മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് എല്ലാവർക്കും ഹാർദ്യമായ സ്വാഗതം. ഇന്ന് തിരുസഭാ മാതാവ് നമ്മളുമായി പങ്കുവയ്ക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. രക്ഷ പ്രാപിക്കുവാൻ, നിത്യജീവൻ അവകാശമാക്കുവാൻ, സ്വർഗരാജ്യം നേടിയെടുക്കുവാൻ ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുവാനെന്നാണ് ഈശോനാഥൻ ഇന്ന് നമ്മളോട് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ ഇന്നത്തെ വചനഭാഗം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഈശോ ഗ്രാമങ്ങളും പട്ടണങ്ങളും ചുറ്റി നടന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ വന്ന് ഈശോയോട് ചോദിക്കുകയാണ്, കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? ഈശോ അതിനവനോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുവാൻ നീ പരിശ്രമിക്കുവിൻ. എന്താണ് ഈ ഇടുങ്ങിയ വാതിൽ കൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഈശോ എപ്പോഴും ആ ഒരു സാഹചര്യത്തിലെ, ആ ഒരു നാട്ടിൻപുറത്തിലെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളൊക്കെ വെച്ചാണ് ഈശോ ആളുകളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. നമുക്കറിയാം, ആട്ടിൻ കൂട്ടത്തെ മേച്ചു നടക്കുന്ന ആട്ടിടയന്മാർ, അവർ ആടുകളെ മേച്ചതിനു ശേഷം സന്ധ്യയാകുമ്പോൾ ആടുകളെയും കൊണ്ട് ആടുകളുടെ ആലയത്തിലേക്ക് വരുന്നു. ആടുകളെ ഓരോന്നോരോന്നായിട്ട് ആടിൻ്റെ ആലയത്തിലേക്ക് കയറ്റിവിടുന്നത് ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ്, ഒരു ഇടുങ്ങിയ വാതിലൂടെയാണ്. എല്ലാ ആടുകളും ആലയത്തിലേക്ക് കടന്നതിനു ശേഷം ആട്ടിടയൻ ആ ആലയുടെ വാതിലടച്ച് അതിന് താഴെയാണ് അന്ന് വിശ്രമിക്കുന്നത്. അതിനുശേഷം ആടുകളിൽ ഏതെങ്കിലും ഒന്നിന് പുറത്തേക്കോ പുറത്തുനിന്ന് ആർക്കും അകത്തേക്കോ ഈ ആട്ടിടയൻ അറിയാതെ പ്രവേശിക്കുവാൻ സാധ്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈ ഒരു ഇടുങ്ങിയ വാതിലിലൂടെ നമ്മൾ കടക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ തലമുറ എപ്പോഴും ഒരു കംഫോർട്ട് സോണിലാണ് ആയിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങൾ നടക്കാൻ പറ്റണം. ജോലി ചെയ്യുന്നവരാണെങ്കിൽ തങ്ങളുടെ ജോലിയിൽ ഒത്തിരി എളുപ്പവഴികൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ വരുന്ന എക്സാംസിനൊക്കെ എങ്ങനെ എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ അസൈൻമെൻറ്റ്സൊക്കെ വളരെ പെട്ടെന്ന് തീർക്കാം എന്നൊക്കെ ആലോചിച്ച് എപ്പോഴും ഒരു കംഫോർട്ട് സോണിൽ, ഒരു എളുപ്പവഴിയിലൂടെ, ഒരു സുഖകരമായ ഒരു ജീവിതത്തിലൊക്കെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈശോയുടെ ഈ വാക്കുകൾ, ഇടുങ്ങിയ വാതിൽ, ഒരു പക്ഷേ നമുക്കൊരു വെല്ലുവിളിയായിരിക്കും. ഈശോ എന്താണ് വീണ്ടും ഈ ഇടുങ്ങിയ വാതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ഒരു ആട്ടിടയൻ ആണ് താനെന്ന് വളരെ ലളിതമായി നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഞാൻ നല്ലിടയനാണ്, ഞാൻ ആടുകളുടെ വാതിലാണ്. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു, അവരെന്നെ അനുഗമിക്കുന്നു, ഞാൻ അവരെ പേര് ചൊല്ലി വിളിക്കുന്നു. ഇങ്ങനെ എന്തു മനോഹരമായിട്ടാണ് ഈശോ തന്നെ കുറിച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ഞാനാണ് ആടുകളുടെ വാതിൽ, എന്നിലൂടെ കടക്കുന്നവരെല്ലാവരും രക്ഷ പ്രാപിക്കും. കള്ളന്മാർ വരുന്നത് മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും ഒക്കെയാണെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വേണ്ടിയാണ്. തുടർന്ന് ഈശോ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനാണ് നല്ല ഇടയൻ. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ വരെ അർപ്പിക്കുവാൻ തയ്യാറാണ്. ഈ മാസം അവസാനം നമ്മൾ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കും. വിശുദ്ധ അൽഫോൻസാമ്മ എപ്പോഴും പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എൻ്റെ നാഥൻ എന്നെ സ്നേഹിച്ചത് സഹനത്തിലൂടെയാണ്, എന്നെ നേടിയത് സഹനത്തിലൂടെയാണ്. അപ്പോൾ ഞാനും സഹനത്തിലൂടെ എൻ്റെ നാഥനെ ഞാൻ സ്നേഹിക്കും. സഹനങ്ങളില്ലാത്ത ഒരു ദിവസം എനിക്ക് അർത്ഥശൂന്യമാണ്. സഹനങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാണ് എൻ്റെ നാഥനെ അറിയുന്നതും സ്നേഹിക്കുന്നതും? അതെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇടുങ്ങിയ വാതിൽ നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത് ചില വെല്ലുവിളികളാണ്. എന്തെല്ലാമായിരിക്കും ഈ വെല്ലുവിളികൾ? ഇടുങ്ങിയ വാതിൽ ഒരുപക്ഷെ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ചില പരിത്യാഗങ്ങളാവാം, ചില ഉപേക്ഷകളാകാം. എന്തെല്ലാമാണ് ഈ പരിത്യാഗങ്ങളും ഉപേക്ഷകളും? ഈ ലോകം നമുക്ക് മുന്നിൽ പലതരത്തിലുള്ള സുഖസൗകര്യങ്ങൾ വെച്ച് നീട്ടുന്നുണ്ട്. അവയോടുള്ള നമ്മുടെ സമീപനം ഒരു പക്ഷേ ഇടുങ്ങിയ വാതിലൂടെയുള്ള നമ്മുടെ കടപ്പായിരിക്കാം.
ഞായറാഴ്ച ദിവസങ്ങളിലെ ഒന്ന് അല്പം നേരം കൂടി വിശ്രമിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഞായറാഴ്ച ദിവസം കർത്താവിന് വേണ്ടി കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ദിവസമായി കണക്കാക്കാൻ നമുക്ക് ശ്രമിക്കാം. പലതരത്തിലുള്ള സമയങ്ങൾ നമുക്ക് കർത്താവിന് വേണ്ടി വിനിയോഗിക്കാൻ ശ്രമിക്കാം. അതാണ് ഈശോ എപ്പോഴും പറയുന്നത്. ഇടുങ്ങിയ വാതിലൂടെ കടക്കുവിൻ എന്നല്ല ഈശോ പറഞ്ഞത്. ഈശോ കുറച്ചും കൂടിയും സ്പഷ്ടമായി നമ്മളോട് പറയുന്നത്, ഈ ഇടുങ്ങിയ വാതിലൂടെ അനുദിനം നമ്മൾ കടക്കുവാൻ പരിശ്രമിക്കണം. നിങ്ങൾ പരിശ്രമിക്കുവിൻ എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ മുന്നിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഇത് തന്നെയാണ്. കർത്താവേ, ഞാൻ പലപ്പോഴും വീണുപോകുന്നു. പലപ്പോഴും എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും എൻ്റെ ജോലി തിരക്കും എൻ്റെ പഠനത്തോടുള്ള എൻ്റെ സമീപനമൊക്കെ കാരണം പലപ്പോഴും എനിക്കതിന് നിറവേറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ ഈശോ വീണ്ടും വീണ്ടും പറയുന്നത് നീ പരിശ്രമിക്കുവിൻ എന്നാണ്. അല്ലാതെ ഈശോ നമ്മളോട് കടുപ്പിച്ച് പറയുന്നില്ല നീ അതിലൂടെ മാത്രമേ കടക്കാവൂ. കാരണം നമുക്കറിയാം, ഈശോ ആ ഒരു നല്ല ആട്ടിടയൻ എത്ര നാൾ തൻ്റെ ആടുകളെ കാത്ത് ആ വാതിൽ കിഴക്കിലുണ്ടോ അത്രയും നാൾ നമുക്ക് ഒരു അല്ലലും കൂടാതെ ആ ഇടുങ്ങിയ വാതിലിലൂടെ അകത്തേക്ക് കടക്കാൻ സാധിക്കും. ഇടുങ്ങിയ വാതിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന് നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും സങ്കടങ്ങളും കുറവുകളൊക്കെ ആണെങ്കിലും ഈശോ ആ വാതിലിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ നമ്മൾ അല്പം പോലും ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ഒരു ദിവസം കർത്താവിന് വേണ്ടി ഇടുങ്ങിയ വാതിലിലൂടെ കടക്കുവാൻ കർത്താവെ എനിക്ക് ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അവൻ്റെ ആട്ടിൻ പറ്റത്തിലെ ഒരു ആടായി മാറുവാനായിട്ട്, ആ നല്ല ആട്ടിടയനെ അറിയുവാനായിട്ട്, അവനോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനു വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. ഇടുങ്ങിയ വാതിൽ ഒരു വെല്ലുവിളിയായെടുത്ത് കർത്താവിന് വേണ്ടി നമുക്ക് നൽകാൻ പറ്റുന്ന സമയവും നമ്മുടെ കഴിവും എല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.